ഹായ് ഓൾ, ഞാൻ ഡോക്ടർ രാഹുൽ കെ ആർ. നമ്മുടെ അടുത്ത ടോപ്പിക്കായ വൈറ്റമിൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അതിൽ വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം ഒരുപാട് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോ വെച്ച് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 സെഷനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് തന്നെ അപ്ലോഡ് ചെയ്യും. ഒന്ന് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും മറ്റൊന്ന് വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ വേർഡായ വൈറ്റൽ അമീൻ എന്നുള്ള 2 വേർഡുകൾ ചേർന്നിട്ടാണ് വൈറ്റമിൻസ് എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വൈറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അമീൻസ് നമ്മൾ നേരത്തെ പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. അപ്പം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അമീൻസിനെയാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്. പിന്നെ ക്ലാസിഫൈഡ് ആസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് വൈറ്റമിൻസ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞ പോലെ വൈറ്റമിൻസ് ഒരിക്കലും ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ആയിട്ട് വരുന്ന ഒരു കോമ്പൗണ്ടാണ് വൈറ്റമിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ, നമ്മൾ ബാക്കിയുള്ള ഓരോ ഫംഗ്ഷൻസ് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എനർജിയാണ് തരുന്നത്. പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഫാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എനർജി സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷേ വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എസെൻഷ്യലായിട്ട് ന്യൂട്രിയൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് നോർമലായിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. മാത്രമല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസിൻ്റെ പല ഫങ്ഷൻസിനെയും സപ്പോർട്ടീവായിട്ടാണ് വൈറ്റമിൻസ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഓർഗാനിക് കോമ്പൗണ്ടായിട്ടാണ് വൈറ്റമിൻസിനെ കണക്കാക്കുന്നത്. അതിൻ്റെ എക്സെപ്ഷനായിട്ട് വരുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. യു വി റേസിൻ്റെ പ്രസൻസിൽ നമ്മുടെ സ്കിന്നിനകത്ത് കൊളസ്ട്രോളിൽ നിന്ന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതല്ലാത്ത ബാക്കി എല്ലാ വൈറ്റമിൻസും നമുക്ക് ന്യൂട്രിയൻ്റായിട്ട് ഭക്ഷണത്തിൽ കൂടെ ശരീരത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അടുത്ത നമ്മൾ പറയുന്നത് നമ്മുടെ വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വൈറ്റമിൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിനായിട്ട് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് വാട്ടർ സോലുബിൾ വൈറ്റമിൻസും രണ്ടാമത് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും. വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനകത്ത് ബി കോംപ്ലക്സ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ സിയും വരുന്നുണ്ട്. ഇത് വാട്ടർ സോലുബിൾ ആണെന്ന് പറയാൻ കാരണം റെഡിലി സോലുബിൾ ഇൻ വാട്ടറാണ്. മാത്രമല്ല നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും യൂറിൻ വഴി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയാൻ കാരണം. മറ്റൊരു ക്ലാസിഫിക്കേഷൻ അടുത്ത് വരുന്നത് ഫാറ്റ് സോലുബിൾ ആണ്. അതായത് കൂടുതലായിട്ടും ഫാറ്റി സബ്സ്റ്റൻസിലാണ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വൈറ്റമിൻസ് ആണ്. മെയിനായിട്ടുള്ള അഡക് എന്ന് ഓർത്തിരിക്കുക, ADEK, അഡക് എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് പറയുന്നത്. ഈ 4 മാത്രമേ ഉള്ളൂ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓരോ വൈറ്റമിൻസിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസിയും സ്പെസിഫിക് ആയിരിക്കും. എന്ത് ഫങ്ഷനാണോ ഓരോ വൈറ്റമിൻസും ചെയ്യുന്നത്, അപ്പോൾ ആ ഫങ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഡിസീസസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ എയുടെ കാര്യം പറയാം. വൈറ്റമിൻ എ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലും ഓക്കുലാർ മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുന്നത്. ഓക്കുലാർ എന്ന് വെച്ചാൽ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്താണ് മെയിനായിട്ടുള്ള ഡിസീസസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും വരും. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചില വൈറ്റമിൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ വൈറ്റമിൻ ഇ, അതിൻ്റെ ശരിക്കും ഡെഫിഷ്യൻസി എന്ത് ഡിസീസ് ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ആവശ്യമായിട്ട് വരുന്ന ഒരു ന്യൂട്രിയൻ്റാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ചും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഡിപ്ലീഷൻ എന്ന് പറയാം, അതായത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് തീരുന്നൊരു സമയം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ എന്ത് ഡെഫിഷ്യൻസിയാണ് അത് ഉണ്ടാക്കുന്നുള്ളത് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
നമ്മൾ ആദ്യം തന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ADEK, അങ്ങനെ 4 ടൈപ്പ് വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ളത്. അതിലാദ്യം പറയുന്നത് വൈറ്റമിൻ എ പറ്റിയാണ്. വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ എന്നാണ്. എപ്പോഴും ഓർത്തിരിക്കുക, വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രീ ഫോംഡ് വൈറ്റമിൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. വൈറ്റമിനയുടെ പ്രീ ഫോംഡ് ആയിട്ടുള്ള പേര് റെറ്റിനോൾ എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോ ഫോമിൽ വരുന്നുണ്ട്. പ്രോ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പായിട്ട് നിൽക്കുന്നത്, നമ്മൾ പ്രോ ബയോട്ടിക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രോ വൈറ്റമിനായിട്ട് ബീറ്റ കരോട്ടിനാണ് പറയുന്നത്. ഈ ബീറ്റ കരോട്ടിനാണ് നമുക്ക് കൂടുതലും ഈ എന്താ പറയുന്നത് യെല്ലോ കളേർഡ് വെജിറ്റബിൾസ് എന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് ഇൻഡസ്ട്രിയൽ മ്യൂക്കോസിൽ വെച്ചിട്ടാണ് ഇതിനെ റെറ്റിനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ആക്ച്വൽ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബീറ്റ കരോട്ടിനായിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും വൈറ്റമിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഓർത്തിരിക്കാൻ പറ്റിയ കാര്യം, ബീറ്റ കരോട്ടിൻ എന്നുള്ള വേർഡ് വരാൻ ശരിക്കും ലാറ്റിൻ വേർഡാണ്. ക്യാരറ്റ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ബീറ്റ കരോട്ടിൻ എന്നുള്ള ആ വേർഡ് വന്നേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ബീറ്റ കരോട്ടിനായിട്ടാണ്. പിന്നെ അത് നമ്മൾ ഇൻഡസ്ട്രിയിലാണ് റെറ്റിനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് കണ്ണിലാണ്. കണ്ണിൻ്റെ നോർമൽ ഫങ്ഷന് വളരെ, പ്രത്യേകിച്ചും ഡിം ലൈറ്റ് വിഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടായിട്ട് വൈറ്റമിൻ എ പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ റെറ്റിനയ്ക്കകത്ത് റോഡ്സ് ആൻഡ് കോൺസ് 2 ടൈപ്പ് സെൽസ് ഉണ്ട്. അതിൽ തന്നെ റോഡ് സെൽസിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ടാണ് ഈ വൈറ്റമിൻ എ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഡിം ലൈറ്റിൽ വിഷൻ കുറവായിരിക്കും. വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കുറഞ്ഞ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് ശരിക്കും പറഞ്ഞാൽ റോഡ് സെൽസിനകത്ത് റോഡോപ്സിൻ എന്നുള്ളൊരു പിഗ്മെൻ്റാണ് കൂടുതലായിട്ടും ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും ഡിം ലൈറ്റ് വിഷൻ വളരെ മോശമായിരിക്കും. മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് നോർമൽ ഫങ്ഷനിങ് ഓഫ് ഗ്ലാൻഡുലാർ ആൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ വിച്ച് ലൈൻസ് ഇൻറ്റസ്റ്റൈൻ, റെസ്പിറേറ്ററി ആൻഡ് യൂറിനറി ട്രാക്ട്സ് ആസ് വെൽ ആസ് സ്കിൻ ആൻഡ് ഐസ്. ഇങ്ങനെ സ്ഥലങ്ങളിൽ വരുന്ന നോർമൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ നോർമൽ ഫങ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരി, അതിൻ്റെ ഈ പറഞ്ഞ ഓർഗൻസിനെല്ലാം നോർമൽ ഫങ്ഷനിങ് ആയിട്ട് അതിൻ്റെ എപ്പിത്തീലിയൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തിരിക്കണം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ അറിയാം, അതിൻ്റെ മുകളിലുള്ള കവറിങ് ടിഷ്യൂസാണ്, അല്ലെങ്കിൽ ഒരു ക്യാവിറ്റിയുടെ അകം കവർ ചെയ്യുന്ന ടിഷ്യൂസിനാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അത് ഒരുപാട് ടൈപ്പ് എപ്പിത്തീലിയം ഉണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമില്ല. എന്നാലും അതിൻ്റെ എല്ലാം നോർമൽ ഫങ്ഷൻ, പ്രോപ്പർ സെക്രീഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ മൂവ്മെൻറ്റ് ഓഫ് സീലിയ, ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഇതിൻ്റെ വൈറ്റമിൻ എ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കെലിറ്റൽ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും വൈറ്റമിൻ എ ഉണ്ടായിരിക്കണം. മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്ന ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്ന് പറയും. നമ്മുടെ ശരീരത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടെ വൈറ്റമിൻ എക്കുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസ് കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ പല സ്റ്റഡികളിലും പറയപ്പെടുന്നുണ്ട് ക്യാൻസർ പ്രൊട്ടക്റ്റൻ്റായിട്ട് നമുക്ക് വൈറ്റമിൻ എ യൂസ് ചെയ്യാമെന്ന്, പ്രത്യേകിച്ചും ബ്രോങ്കിയൽ ക്യാൻസേഴ്സിന്. ഇത് ശരിക്കും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ എവിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പറയുന്ന സോഴ്സസ് ആണ്. വൈറ്റമിൻ എ എവിടെ നിന്നൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കും, അതാണ് പറയാൻ പോകുന്നത്. മെയിൻലി നമ്മൾ 3 സോഴ്സസാണ് പറയുന്നത്. ഒന്ന് ആനിമൽ സോഴ്സ് പറയുന്നുണ്ട്, അതുപോലെ പ്ലാന്റ് സോഴ്സ് പറയുന്നുണ്ട്, പിന്നെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആനിമൽ സോഴ്സ് നമ്മൾ ആദ്യം പറയാം. ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ മാത്രമല്ല ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൂടുതലും ലിവറിലാണ്. അതേപോലെ തന്നെ ഫാറ്റ് ഡിപ്പോകളിലും ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഒരു റിച്ചസ്റ്റ് സോഴ്സായിട്ട് പറയുന്നത് നമ്മൾ ലിവർ, പിന്നെ എഗ്ഗ്, ബട്ടർ, ചീസ്, അപ്പോൾ അതുപോലെ തന്നെ ഹോൾ മിൽക്ക്, പിന്നെ ഫിഷ് ആൻഡ് മീറ്റ്, ഇതെല്ലാം ആനിമൽ ഫുഡിൻ്റെ വൈറ്റമിൻ എയുടെ സോഴ്സായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു റിച്ചസ്റ്റ് സോഴ്സായിട്ട് പറയുന്നത് ഫിഷ് ലിവർ ഓയിലാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ നോർമൽ ഫുഡിനകത്ത് ചേർക്കുന്ന ഒരു സാധനമല്ല ഫിഷ് ലിവർ ഓയിൽ. അതൊരു സപ്ലിമെൻ്റ് ആയിട്ടാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തൊരു സോഴ്സായിട്ട് നമ്മൾ പ്ലാന്റ് സോഴ്സാണ്. ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് പ്ലാന്റ് സോഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്ലാന്റ് സോഴ്സിൽ വൈറ്റമിൻ എയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അതായത് നമ്മുടെ സ്പിനാച്ച്, അത് ചീര, അല്ലെങ്കിൽ അമരാന്തസ് അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു വൈറ്റമിൻ എ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഗ്രീനിഷ്നെസ് കൂടുന്നതനുസരിച്ച് അതിനകത്തുള്ള കാരോട്ടിൻ കണ്ടൻറ്റും കൂടുതലായിരിക്കും.
നമ്മൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഗ്രീൻ അല്ലാത്ത യെല്ലോ ഫ്രൂട്ട്സിനകത്തും അതുപോലെ യെല്ലോ വെജിറ്റബിൾസിനകത്തും ഇതിൻ്റെ വളരെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ പപ്പായ, മാംഗോ, പംകിൻ ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ റൂട്ട്സിനകത്തും ഇത് വളരെ റിച്ച് ആയിട്ട് കാണുന്നുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ ക്യാരറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് സോഴ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നോർമലി അതായത് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന പല ഫുഡ്സിനകത്തും ഇത് ഫോർട്ടിഫിക്കേഷൻ അതായത് ആഡിറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതൊരു സപ്ലിമെൻ്റ് ആയിട്ട് നമ്മുടെ ഫുഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് വനസ്പതി, മാർഗ്രീൻ, മിൽക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോർട്ടിഫൈ ചെയ്തിട്ടാണ് ക്യാൻ ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറച്ചുകൂടെ കൂട്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്ത് നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതും ഒരു സോഴ്സായിട്ട് വൈറ്റമിൻ എയുടെ പറയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. റോഡോപ്സിൻ എന്നുള്ള ഒരു പിഗ്മെൻറ്റിൻ്റെ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് സെൽസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഈ റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെറ്റിനയ്ക്കകത്തുള്ള ഒരു ഡിം വിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് പ്രൈമറി ആയിട്ടും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൂടുതലും കുട്ടികളിലാണ് ഈ ഒരു ഡെഫിഷ്യൻസി കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്യുമ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇരുട്ട് വീഴുന്ന സമയം അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാസമയത്ത് കണ്ണ് കാണാൻ ബുദ്ധിമുട്ട് കാണിക്കും. ആ സമയത്ത് അവർ തട്ടി വീഴുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ഒരു വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ തുടക്കം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും നമുക്കൊരു വളരെ കോമൺ ആയിട്ട് കിട്ടുന്നൊരു ഡിസീസ് അല്ല വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. എന്നാലും ചില കുട്ടികളിൽ ഇത് ഡെഫിഷ്യൻ്റായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് സിംറ്റമായിട്ടാണ് നമ്മൾ ശരിക്കും നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാണുന്നത്. പിന്നെ ബാക്കി പറഞ്ഞേക്കുന്ന ആ ഒരു 4 ഡിസീസസും ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. കഞ്ചൻറ്റൈവൽ സിറോസിസ് ആയിട്ട് വരും. അത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും കഞ്ചൻറ്റൈവൽ സിറോസിസ് വരും. കഞ്ചൻറ്റൈവൽ സിറോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിനകത്ത് ആ ഒരു വെറ്റിയായിട്ടുള്ള അത് മാറിയിട്ട് കുറച്ച് ഷൈനി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ വെള്ള പാർട്ടിലാണ് കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ബിറ്റ് ഓഫ് സ്പോട്സ് എന്ന് പറയുന്നുണ്ട്. ബിറ്റ് ഓഫ് സ്പോട്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ക്ലീറയിൽ വെള്ളപ്പാട്ടിൽ ചെറിയ ചെറിയ പാച്ചസ് വൈറ്റി പാച്ചസ് പോലെ എന്താ പറയുന്നത് കുരുക്കൾ പോലെ വളരെ വൈറ്റി ഇച്ചിരി ക്രസ്റ്റി ആയിട്ട് വരുന്നുണ്ട്. അതിനെ ബിറ്റ് ഔട്ട് സ്പോട്സ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ അടുത്ത വരുന്നത് കോർണിയൽ സിറോസിസ് എന്ന് പറയും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോർണിയക്കകത്ത് നമ്മുടെ ബ്ലാക്ക് പാർട്ടിനകത്ത് അൾസറേഷൻ പോലെ വരുന്നതാണ് കോർണിയൽ സിറോസിസ്. അത് കുറച്ചുകൂടെ വളരെ സീരിയസ് കണ്ടീഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് തന്നെ പോകും, പെർമനൻറ്റ് ലോസ് ഓഫ് വിഷനിലേക്ക് പോകും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിന് നമ്മൾ കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ഓപ്പൺ ആവും. അവിടെ അകത്തുനിന്ന് പുറത്തേക്ക് അത് സ്പ്ലിറ്റ് ഓപ്പൺ ആയിട്ടൊരു പെർമനൻറ്റ് ലോസ് ഓഫ് വിഷൻ, പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഓക്കുലാർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. കാരണം കണ്ണിൽ തന്നെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് പ്രകടമാകുന്ന ഡിസീസസ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഫംഗ്ഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റസ്റ്റൈനലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. കൂടുതലും ഡയറിയ പോലുള്ള കണ്ടീഷൻസ് ഇതിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡയറിയ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സപ്ലിമെൻറ്റ് കൊടുത്താൽ പോലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതാണ് ഈ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാലുള്ള കുഴപ്പം മെയിനായിട്ടും പറയപ്പെടുന്നത്. അടുത്ത നമ്മൾ റെക്കമെൻഡ് അലവൻസ് ആണ്. വൈറ്റമിൻ എക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ അഡൽട്ടിന് 600 മൈക്രോഗ്രാംസ് ഓഫ് വൈറ്റമിൻ എ ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കൺവേർഷൻ എഫിഷ്യൻസി ആയിട്ട് പറയുന്നത് ഒരു കണക്ക് പറയുന്നുണ്ട്. അത് ICMR റെക്കമെൻഡ് ചെയ്തതാണ്. ആദ്യകാലങ്ങളിൽ 1:4 ആയിട്ടാണ് അത് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് 1:8 ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ആ റേഷ്യോ ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മൾ റെറ്റിനോൾ ടു ബീറ്റാ കരോട്ടിൻ റേഷ്യോ ആണ് അവിടെ പറയപ്പെടുന്നത്. അതായത് ഒരു മനുഷ്യന് നോർമലായിട്ടുള്ളൊരു മാൻ ശരിക്കും പറഞ്ഞാൽ 600 മൈക്രോഗ്രാം റെറ്റിനോൾ അല്ലെങ്കിൽ 4800 മൈക്രോഗ്രാംസ് ഓഫ് ബീറ്റാ കരോട്ടിൻ, അതാണ് ആ റേഷ്യോ വ്യത്യാസം പറയുന്നത്. അതായത് നമുക്ക് പ്രോ ആയിട്ട് കിട്ടുന്ന 4800 മൈക്രോഗ്രാംസ് ഓഫ് ബീറ്റാ കരോട്ടിൽ നിന്നാണ് 600 മൈക്രോഗ്രാംസ് ഓഫ് റെറ്റിനോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഓർത്തിരുന്നാലും മതി. അപ്പോൾ അതാണ് ആ ഒരു റേഷ്യോ പറയുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡി അല്ലാത്ത ബാക്കി എല്ലാവർക്കും നോർമലായിട്ടുള്ള എത്രമാത്രം വേണം എന്നുള്ളതാണ് ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
അടുത്ത് നമ്മൾ ടോക്സിറ്റിയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈറ്റമിൻസ്, പ്രത്യേകിച്ചും ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ടാണ്. അത് ഫാറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ലിവറിലൊക്കെയാണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള എക്സ്ക്രീഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ടോക്സിറ്റി കാണിക്കും. ഒരുമാതിരി കൂടുതലായിട്ടും നമ്മുടെ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ആണ് ടോക്സിറ്റി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം അപ്ടേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യു എൽ നമ്മൾ പറയും, അഡൽട്സിൽ വരുന്നത് 3000 മൈക്രോഗ്രാംസ് ഓഫ് RAE അല്ലെങ്കിൽ 10,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ്. ഈ RAE എന്ന് വെച്ചാൽ റെറ്റിനോൾ ആക്ടിവിറ്റി ഇക്വലൻസ് എന്ന് പറയും. അതായത് 1 മൈക്രോഗ്രാം ഓഫ് RAE എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു 1 മൈക്രോഗ്രാം ഓഫ് റെറ്റിനോൾ. അതേപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ ആകുമ്പോൾ അതനുസരിച്ചുള്ള റേഷ്യോ അനുസരിച്ച് ഇതിൻ്റെ പ്രസൻസ് മാറും. അപ്പോൾ നമുക്ക് മാക്സിമം അപ്ടേക്ക് ഇത്രേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോക്സിറ്റി ഉണ്ടാക്കും. അങ്ങനെ ടോക്സിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സിംറ്റംസ് കാണിക്കും. സിംറ്റംസ് പറയുന്നുണ്ട്: നൗസിയ, വോമിറ്റിംഗ്, അനോറക്സിയ, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വൈറ്റമിനയുടെ എക്സസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ എക്സസ് ആയിട്ട് വൈറ്റമിനെ എടുത്തു കഴിഞ്ഞാൽ ബർത്ത് ഡിഫക്റ്റും അല്ലെങ്കിൽ ഹിപ്പ് ഫ്രാക്ചറൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ടോക്സിറ്റി എന്ന് പറയുന്നത്. എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അഡ്വേഴ്സ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെ പറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും വൈറ്റമിൻ ഡിയുടെ ലെവൽ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ കൊളസ്ട്രോൾ കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ ഡി ആയിട്ട് മാറ്റാനുള്ള കഴിവ് നമ്മുടെ സ്കിന്നിലുണ്ട്. അപ്പോൾ മെയിൻലി വൈറ്റമിൻ ഡിയെ പറ്റി പറയുമ്പോൾ 2 ടൈപ്പ് വൈറ്റമിനാണ് കൂടുതലായിട്ടുള്ളത്. വൈറ്റമിൻ ഡി ആണുള്ളത്. വൈറ്റമിൻ D2 അല്ലെങ്കിൽ കാൽസിഫറോൾ, പിന്നെന്ന് പറഞ്ഞാൽ കോളി കാൽസിഫറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ D3 എന്ന് പറയും. ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇൻ ജനറൽ വൈറ്റമിൻ ഡി എന്താണെന്ന് ചോദിച്ചാൽ കാൽസിഫറോൾ എന്നാണ് നമ്മൾ കൂടുതലായിട്ടും പറയപ്പെടുന്നത്. പക്ഷേ നമുക്കൊരു ഡയറ്ററി സോഴ്സായിട്ട് ഇത് ലഭിക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ കൂടുതലായിട്ടും പ്ലാന്റ് സ്റ്റീറോളായ എർഗോസ്റ്റീറോൾ എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ കൺവേർഷൻ നമ്മുടെ UV റേസിൻ്റെ പ്രസൻസിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ D2 ആയിട്ട് കിട്ടും. അത് കാൽസിഫറോളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതൊരു സോഴ്സാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ D3 ആയിട്ട് പറയുന്ന കോളി കാൽസിഫറോൾ, അത് ശരിക്കും പറഞ്ഞാൽ ആനിമൽ ഒറിജിനൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ്. അപ്പോൾ ആനിമലിനെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫാറ്റ് സോലുബിൾ ആണ് വൈറ്റമിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ഥലം ലിവറും ഫാറ്റ് ഡിപ്പോസുമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സോഴ്സായിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും, സ്ഥലങ്ങൾ വെച്ചാൽ ഇപ്പോൾ ആനിമൽ സോഴ്സ് നമ്മൾ ഫാറ്റുള്ള കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആനിമൽ ലിവർ അല്ലെങ്കിൽ ലിവർ ഓയിൽ, ഫിഷ് ലിവർ ഓയിൽ, അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ആ ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ടും വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് എഴുതിയേക്കുന്നേ ഉള്ളൂ. UV റേസിൻ്റെ പ്രസൻസിൽ കൊളസ്ട്രോൾ നിന്ന് നമ്മുടെ സ്കിന്നിൽ ഈ വൈറ്റമിൻ ഡി ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറ്. മാത്രമല്ല ഇത് വളരെ എക്സസ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫാറ്റ് ഡിപ്പോസിറ്റിലാണ്. കൊഴുപ്പ് എവിടെയൊക്കെ അടിഞ്ഞിട്ടുണ്ടോ അതിനകത്ത് തന്നെയാണ് വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ UV റേസിൻ്റെ പ്രസൻസിൽ വൈറ്റമിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ഡയറ്ററി റിക്വയർമെൻറ്റ് വരുന്നില്ല. കാരണം നോർമലി ഉള്ള നമ്മുടെ ഒരു പ്രോപ്പർ 5 to 15 മിനിറ്റ്സ് ഉള്ള നോർമൽ സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് തന്നെ നമുക്ക് ദിവസേന ആവശ്യമായിട്ടുള്ള D3 നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്ററി സപ്ലിമെൻറ്റ് ലെവലിലേക്ക് ഒരിക്കലും വൈറ്റമിൻ ഡിയുടെ ആവശ്യം വരില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇതങ്ങനെ കിട്ടാത്ത കണ്ടീഷൻസ്. ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഡയറക്റ്റ് എക്സ്പോഷർ കിട്ടാത്തതാണ് സൺലൈറ്റുമായിട്ട്. ഇനി നമ്മൾ പറയുന്ന ഫങ്ഷൻസ് ആണ്. നോർമലി വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് ഇങ്ങനെ എത്ര ഡെപ്തിൽ പഠിക്കണമെന്ന് അറിയില്ല, എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ടുണ്ട് മാത്രം പറയുകയാണ്. നമ്മുടെ വൈറ്റമിൻ ഡിയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിൽ നിന്ന് കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന കാൽസ്യം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ അബ്സോർപ്ഷൻ നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്ത് പ്രോപ്പർ കാൽസ്യം ഫങ്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എല്ലുകളിൽ ശരിക്കും പറഞ്ഞാൽ കാൽസ്യം മിനറലൈസേഷൻ കൂടുതലായിട്ട് നടത്താനുള്ള ഒരു ഫങ്ഷൻ നമ്മുടെ വൈറ്റമിൻ ഡിക്കുണ്ട്. അതേപോലെ തന്നെ കിഡ്നിയിൽ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം പുറത്തേക്ക് പോകാതെ കാൽസ്യം റിട്ടേൺ ചെയ്യും, ബ്ലഡിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. നോർമലായിട്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് നടന്നാൽ നോർമൽ ഗ്രോത്തും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയപ്പെടുന്നത്.
അടുത്ത നമ്മുടെ വൈറ്റമിൻ ഡിയുടെ സോഴ്സുകൾ പറയുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് തന്നെയാണ്. നമ്മുടെ സ്കിന്നിനകത്ത് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ യു വി റേസിൻ്റെ പ്രസൻസിൽ ഇത് വൈറ്റമിൻ ഡി ആയിട്ട് സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. ഡാർക്ക് കളേർഡ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ യു വി റേസിൻ്റെ പെനട്രേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ വന്നാലും വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് അവിടെ നടക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് പറയപ്പെടുന്നത്. പിന്നെയുള്ള ഫുഡ് സോഴ്സാണ്. ഫുഡ് സോഴ്സ് നമ്മൾ നേരത്തെ പ്ലാന്റ് സോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ശരിക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ കിട്ടാത്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്ററി ഇൻടേക്കിൽ കൂടുതലായിട്ടും വൈറ്റമിൻ പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആനിമൽ ഒറിജിൻ തന്നെ ആയിരിക്കണം. ആനിമൽ ഒറിജിനിൽ കൂടുതലായിട്ടും വരുന്നത് ലിവറും, എഗ് യോക്ക്, ബട്ടർ, ചീസ്. പിന്നെ അല്ലാതെ ചില ഫിഷ് സ്പീഷീസിലും ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫിഷ് ലിവർ ഓയിലാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ഉള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. ഓൾദോ നമ്മൾ ഒരിക്കലും ഒരു ഫുഡായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കാണ്. ബ്രസ്റ്റ് മിൽക്കിലും വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിഫിഷ്യലായിട്ട് ഫോർട്ടിഫൈ ചെയ്തുള്ള ഫുഡുകളിലും ഇതേപോലെ വൈറ്റമിൻ ഡിയുടെ സോഴ്സുകൾ ഉണ്ട്. അത് നമ്മൾ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഫോർട്ടിഫൈഡ് ഫുഡ്സിനകത്തും കൂടുതലായിട്ടും മിൽക്ക്, പിന്നെ വനസ്പതി അങ്ങനെയുള്ള സാധനത്തിനകത്താണ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ഉള്ളത്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് സോഴ്സുകളിൽ എത്രമാത്രം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. ബട്ടർ ആണെങ്കിൽ 0.5 to 1.5 മൈക്രോഗ്രാം പെർ 100 ഗ്രാംസിൽ. 100 ഗ്രാം ബട്ടറിനകത്ത് ഇത്രയും മൈക്രോഗ്രാം വൈറ്റമിൻ ഡി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശരിക്കും ഉള്ളത് ലിവർ ഓയിലിലാണ്. അറൗണ്ട് 500 to 10,000 മൈക്രോഗ്രാം പെർ 100 ഗ്രാമിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് പലയിടത്തും പ്രകടമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് മെയിനായിട്ട് വരുന്ന ഡിസീസ് നമ്മൾ റിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. വലിയവർക്ക് വരുന്ന ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. കൂടുതലും കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഏജ് ഓഫ് 6 months to 2 years ആ ഒരു ഏജ് റേഞ്ചിലുള്ള കുട്ടികൾക്കാണ് റിക്കറ്റ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അങ്ങനെ റിക്കറ്റ്സ് വരാൻ കാരണം കാൽസിഫിക്കേഷൻ വളരെയായിട്ട് കുറയും. നോർമലായിട്ട് ഗ്രോ ചെയ്യുന്ന ബോൺസിനകത്തോട്ടുള്ള കാൽസ്യം ഡെപ്പോസിറ്റ് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ തന്നെ ബോൺ ഡീഫോംഡ് ആയിട്ട് വളരും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ശരിക്കും റിക്കറ്റ്സ് കാലൊക്കെ ബോ പോലായി പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ മസിൽ ഹൈപ്പർട്ടോണിയ വരും. പിന്നെ അതുപോലെ ടെറ്റനി, കൺവൾഷൻസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് പറയുന്നുണ്ട്. അതായത് ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ പല പല ഡെവലപ്മെൻറ്റ്സ് അവരുടെ ബോഡിയിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഡിലേഡ് വാക്കിങ്, അതായത് നടക്കാതെ വരിക, അതേപോലെ പല്ലുകൾ താമസിച്ചുണ്ടാവുക, ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് കാണപ്പെടുന്നത്. എല്ലാ കേസുകളിലും വരണമെന്നില്ല. നമ്മൾ സെറം ലെവലിൽ നോക്കി അത് കുറവാണെങ്കിലാണ് ശരിക്കും ഇതുകൊണ്ടായിരിക്കും അത് വന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് അഡൽട്സ് വരുമ്പോൾ ഓസ്റ്റിയോമലേഷ്യ എന്നൊരു കണ്ടീഷൻസാണ് ഉണ്ടാക്കുന്നത്. അത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും പ്രഗ്നൻസി സമയത്തും അല്ലെങ്കിൽ ലാക്ടേഷൻ സമയത്തും. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി റിക്വയർമെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ലാക്ടേഷൻ ശരിക്കും മുലയൂട്ടുന്ന അമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും കുട്ടിയിലേക്ക് ഒരുപാട് വൈറ്റമിൻ ഡി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡെയിലി റിക്വയർമെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഡെയിലി ഇൻടേക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിലും ശരിക്കും ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള കണ്ടീഷൻ ആ പടത്തിൽ കൊടുത്തേക്കുന്ന ഓസ്റ്റിയോമലേഷ്യയുടെ സൈനാണ്. മുട്ടുകൾ വെച്ച് കൂടുതലും കാലിലാണ് ഈ ഒരു ഡിഫോമിറ്റി വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മൊത്തത്തിൽ താങ്ങുന്നത് കാലുകളാണ്. അപ്പോൾ കാലുകളിലെ എല്ലുകളിൽ നിന്ന് കാൽസ്യം ഡെപ്പോസിറ്റ് കുറയുന്നു. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് കുറയുമ്പോഴത്തേക്കും ഈ ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് അത് വളഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് കാല് പോകാൻ കാരണം. ഈ ഒരു പടം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കാണ്. അപ്പോൾ ആദ്യം കാണിച്ചേക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള എല്ലാണ്. നമ്മുടെ തുടയെല്ലും കാലുകളിലും നോർമലായിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ 3 രീതിയിലുള്ള ഡിഫോമിറ്റീസ് ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ എല്ലിൻ്റെ കട്ടി കുറയുകയാണ്. മറ്റ് രണ്ടുമായിട്ട് പറയുന്നത് ശരിക്കും 2 സൈഡിലേക്കോ അകത്തേക്കോ പുറത്തേക്കോ വളഞ്ഞു പോവുക ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ എല്ല് ഡീഫോംഡ് ആയിട്ട് വളഞ്ഞു പോവുക ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പ്രിവെൻറ്റീവായിട്ട് പറയപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ICMR ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺലൈറ്റ്. പ്രോപ്പറായിട്ടുള്ള എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ആവശ്യമായ, നേരത്തെ പറഞ്ഞു 5 to 15 മിനിറ്റ്സ് കൊണ്ട്, വെറും അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിൽ സിന്തസൈസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർഗ്ഗം ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷറാണ്. പിന്നെ അത് മറ്റു പറയുന്നത് പ്രൊഫൈലാക്സിസ് ആയിട്ട് നമുക്ക് ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് ഡ്രഗ്സ് മരുന്നായിട്ട് തന്നെ കഴിക്കാം. പിന്നെ അല്ലാതെ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കൊണ്ടും നമുക്കിതിനെ പ്രോപ്പറായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വൈറ്റമിൻ ഡിയുടെ ടോക്സിറ്റി പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ഡിയും എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടോക്സിറ്റി കാണിക്കാറുണ്ട്. അപ്പോൾ ആ ടോക്സിറ്റി എന്ന് പറയുമ്പോൾ പല രീതിയിലായിട്ടാണ് നമുക്ക് ബോഡിയിൽ കാണപ്പെടുന്നത്. ചിലർക്ക് ഛർദിൽ വരിക, ഭയങ്കരമായിട്ടുള്ള ദാഹം, ഡ്രൗസിനെസ്, അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സിംറ്റംസ് ആയിട്ട് വൈറ്റമിൻ ഡിയുടെ എക്സസ് ആയിട്ട് നമ്മൾ ശരീരത്തിൽ എത്തിയാൽ കാണിക്കാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെയിലി റിക്വയർമെൻറ്റ് പറയുമ്പോൾ ICMR കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് നോർമലായിട്ടുള്ള സൺ എക്സ്പോഷറാണ്, പ്രത്യേകിച്ചും ട്രോപ്പിക്കൽ കൺട്രിയായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ. പിന്നെ അല്ലാതെ മിനിമം എക്സ്പോഷർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക്, കൂടുതലായിട്ടും കുട്ടികളുടെ കേസിൽ നമ്മൾ പറയുന്നത്, വലിയവരുടെ കേസിൽ അത് ആവശ്യമില്ല. കുട്ടികൾ 1 to 2 years ഓഫ് ചിൽഡ്രൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി സപ്ലിമെൻ്റ് ആയിട്ട് 400 IU, 400 ഇൻട്രാൻഷൻ യൂണിറ്റ് അല്ലെങ്കിൽ 10 മൈക്രോഗ്രാംസിൽ ആണ് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. അടുത്ത് നമ്മുടെ വൈറ്റമിൻ ഇ ആണ്. അതിൻ്റെ വേറൊരു പേര് ടോക്കോഫെറോൾ എന്നാണ് പറയപ്പെടുന്നത്. ഈ ടോക്കോഫെറോൾ എന്ന വേർഡ് പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ ഇ ഒരു ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിനായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ സോഴ്സായിട്ട് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് ആണ്, അതായത് കോട്ടൺ സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പിന്നെ അതേപോലെ തന്നെ എഗ് യോക്ക്, ബട്ടർ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ റിച്ച് സോഴ്സാണ്. അതേപോലെ തന്നെ പ്യൂഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതും ഒരു വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഡയറ്ററി സോഴ്സായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഡയറ്ററി ഡെഫിഷ്യൻസി ഒരിക്കലും ഡയറക്റ്റ് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ഇല്ല എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതൊരു ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവ് കുറഞ്ഞെത്തിയാൽ സ്റ്റെറിലിറ്റി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നടത്തി അത് പ്രൂവൺ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡയറ്ററി ഡെഫിഷ്യൻസി ഒരിക്കലും ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുപോലെ നമ്മുടെ കറണ്ട് എസ്റ്റിമേറ്റഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്, റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 0.8 mg/gram ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. അതെന്ന് പറയുന്നത് ഏകദേശം 8 to 10 mg ഓഫ് ടോക്കോഫെറോൾ പെർ ഡേ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എഡിബിൾ ഓയിൽ യൂസ്ഡ്. നമ്മൾ എത്രമാത്രം എഡിബിൾ ഓയിൽ ഉപയോഗിക്കുന്നു അതനുസരിച്ചുള്ള ഓൾമോസ്റ്റ് 8 മുതൽ 10 mg ടോക്കോഫെറോളാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. അടുത്ത നമ്മുടെ വൈറ്റമിൻ കെ ആണ്. ഫൈലോക്വിനോൺ എന്നൊക്കെ നമുക്ക് ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് കൂടുതലും K1, വൈറ്റമിൻ K1 എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോഴാണ് ഫൈലോക്വിനോൺ അറിയപ്പെടുന്നത്. മെയിനായിട്ട് നമ്മൾ രണ്ട് ഫോംസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, K1ഉം K2ഉം. അപ്പോൾ ആ രണ്ട് ഫോംസും എക്സിസ്റ്റ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതലായിട്ടും വൈറ്റമിൻ K1 കാണപ്പെടുന്നത് ഫ്രഷ് ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. അത് കൂടുതലും ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസും അതേപോലെ തന്നെ ചില ഫ്രൂട്ട്സിലുമാണ് കൂടുതലായിട്ടും വൈറ്റമിൻ കെ കാണുന്നത്. ആനിമൽ സോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് കൗസ് മിൽക്കിലാണ്. ഓൾമോസ്റ്റ് 60 മൈക്രോഗ്രാം പെർ ലിറ്റർ വൈറ്റമിൻ കെ നമ്മുടെ കൗസ് മിൽക്കിലുണ്ട്. അപ്പോൾ വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് വരുന്നത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലീഡിങ് ഡിസോർഡർ, അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ഒരു പ്രൊഫൈലാക്സിസ് ആയിട്ട് ചെയ്യുന്നത് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുവഴി തന്നെ നമുക്ക് ആ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ കെ ശരിക്കും ഒരു ബ്ലീഡിങ് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബ്ലീഡിങ് ഡിസോർഡർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലോട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഒരുപാട് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ പ്രോത്രോംബിൻ കണ്ടൻറ്റ് കുറയുകയും അതുകൊണ്ട് തന്നെ ക്ലോട്ടിങ് ടൈം കൂടുതൽ എടുക്കുകയും ചെയ്യും. പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ആ ബ്ലീഡിങ് നിൽക്കില്ല. ഇനി നമുക്ക് ഡെയിലി റിക്വയർമെൻറ്റ് പറഞ്ഞാൽ കൂടുതലായിട്ടും ഡയറ്ററി ആയിട്ടും കിട്ടുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ, വൻകുടലിൽ ബാക്ടീരിയൽ ആക്ഷൻ വഴിയും വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തേക്ക് വൈറ്റമിൻ കെ എത്തുന്നത്. അതേപോലെ ഡെയിലി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഒരു 0.03 mg/kg ആണ്.
1 kg ബോഡി വെയ്റ്റിന് 0.03 mg വൈറ്റമിൻ കെ ആവശ്യമാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് തന്നെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ക്ലാസ്സായി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വാട്ടർ സോൾബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് അടുത്തൊരു ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യും. താങ്ക് യു. അടുത്ത് നമുക്ക് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിൻ്റെ കുറച്ച് MCQs നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ വിഷൻ ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ ക്യാരറ്റ്സ്? നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഫസ്റ്റ് വൈറ്റമിൻ നമ്മൾ പഠിച്ചത് ക്യാരറ്റിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ബീറ്റാ കാരോട്ടിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസ് ഏറ്റവും കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ വിഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുമുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ സ്കിൻ അപ്പോൺ എക്സ്പോഷർ ടു സൺലൈറ്റ്? അതായത് നമ്മുടെ സ്കിന്ന് UV റേസോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഏത് വൈറ്റമിനാണ് നമ്മുടെ ശരീരത്ത് ഉണ്ടായി വരുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു ഒരു സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് കാൽസിഫറോൾ ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് നോൺ ഫോർ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്? നമ്മൾ നേരത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നുള്ളൊരു കാറ്റഗറി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. അതിനാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ക്യാൻ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്? അത് നമ്മൾ ആദ്യം പറഞ്ഞാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം റോഡോപ്സിൻ എന്നുള്ളൊരു പിഗ്മെൻറ്റിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. റോഡ് സെൽസിനകത്ത് റോഡോപ്സിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് റെറ്റിനോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വൈറ്റമിൻ എ ആണ്. വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കാൽസ്യം അബ്സോർപ്ഷൻ ആൻഡ് ബോൺ ഹെൽത്ത്? അപ്പോൾ തീർച്ചയായിട്ടും ഇത് റിലേറ്റ് ചെയ്തേക്കുന്ന കാൽസ്യമായിട്ടാണ്. അതാണല്ലോ ബോൺ ഹെൽത്ത്. കാൽസ്യം അബ്സോർപ്ഷനും ബോൺ ഹെൽത്തും പ്രോപ്പറായിട്ട് നടത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് കാൽസ്യം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി ആണ് വേണ്ടത്. അപ്പോൾ കാൽസിഫറോൾ എന്നുള്ള വൈറ്റമിൻ ഡി ആണ് ആൻസർ. Excessive intake of which fat soluble vitamin can lead to calcification of soft tissues and organs? എക്സസ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽസ്യം അപ്ടേക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിക്കും സോഫ്റ്റ് ടിഷ്യൂസിൽ കാൽസിഫിക്കേഷൻ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ വൈറ്റമിൻ ഡി ആണ്. വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് ഇൻവോൾവ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? നമ്മൾ ADEK പറഞ്ഞതിൽ ആൻറ്റി കോയാഗുലൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിരുന്നു. അതായത് ക്ലോട്ടിംഗ് ടൈം കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ഇഞ്ചക്ഷനായിട്ടൊക്കെ കൊടുക്കാറുണ്ട് കൂടുതലായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് വൈറ്റമിൻ കെ ആണ്. ക്വസ്റ്റ്യൻ: വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് പ്രൈമർലി ഫൗണ്ട് ഇൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുള്ളതുമായ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് ക്രൂഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് സെൽ മെംബ്രെയിൻ? നമ്മൾ സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് നടക്കണമെങ്കിൽ ഗ്ലാനുലാർ ടിഷ്യൂവിൻ്റെയും റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെയൊക്കെ സെല്ലാർ മെംബ്രെയിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. ലിവറിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വിച്ച് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദി ലിവർ? നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാലും ഏറ്റവും കൂടുതൽ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വാട്ടർ സോൾബിൾ വൈറ്റമിൻസിൻ്റെ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.